പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ ലോകത്തിന്റെ നാനാദിക്കിൽ നിന്ന് ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങൾ പവിത്രമായ മക്കയിലേക്ക്, അറഫയിലേക്ക്, മിനയിലേക്ക്, പവിത്രമായ മശായിറുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. ഈ ഒരു മുദ്രാവാക്യവുമായി ലോകത്തിന്റെ നാനാദിക്കിൽ നിന്ന് മില്യൺ കണക്കിന് ആളുകൾ ഈ ദുൽഹിജ്ജ മാസമാകുമ്പോൾ അറഫയിലേക്ക് വന്നു ചേരുന്നു, കഅബാലയത്തിന്റെ പരിസരത്തേക്ക് വന്നു ചേരുന്നു. ഇവിടെ ഓർമ്മിക്കപ്പെടുന്ന ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തെ അറിയേണ്ട സമയമാണിത്. ആ കുടുംബം ഏതാണ്? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കുടുംബമാണ്. സദസ്സിൽ കേൾക്കണില്ലേ മൈക്ക്? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കുടുംബമാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കുടുംബത്തിന്റെ ബഹുമാനം എന്താണ്? ഒന്നാമത്തെ ബഹുമാനം ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിലാസം തന്നെയാണ് ഖലീലുല്ലാഹ്. അല്ലാഹുവിന്റെ ആത്മമിത്രമാണ്. ഈ ലോകത്തുള്ള സംഘാടകര് ബക്കറ്റുമായിട്ട് വരുമ്പോൾ നല്ല സംഭാവനകൾ നൽകണം. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ദീനീ സംരംഭങ്ങൾക്ക്, ദീനീ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഇത്തരം നല്ല മജ്ലിസുകൾ പ്രയോജനപ്പെടുത്തണം. അപ്പോൾ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഈ ലോകത്ത് ഉയർത്തി നിൽക്കുന്ന ഏറ്റവും വലിയ കാര്യം അവിടുത്തെ വിലാസം തന്നെയാണ്. ഖലീലുല്ലാഹി അല്ലാഹുവിന്റെ ആത്മമിത്രമാണ്. എല്ലാം അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറായപ്പോൾ അല്ലാഹു തആല ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിലാസം എല്ലാ ദിവസവും ലോകത്ത് നിലനിർത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും നിത്യേന നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നേതാവായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ഖലീലുല്ലാഹി എന്ന പേരുണ്ട്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം, ലൗ കുന്തു മുത്തഖിദൻ ഖലീലൻ ലത്തഖൽതു അബൂബക്കറിൻ ഖലീലാ. ഞാനൊരു ആത്മമിത്രത്തെ തെരഞ്ഞെടുത്തിരുന്നു ഈ ഭൂമി ലോകത്തെങ്കിൽ അത് സിദ്ദീഖുൽ അക്ബർ തങ്ങളെ ആയേനെ. പക്ഷേ എന്റെ സ്നേഹവിധാനങ്ങളെ ഏറ്റവും ഉന്നതമായി ഞാൻ സമർപ്പിച്ചിരിക്കുന്നത് സ്വാഹിബുക്കും ഖലീലുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ ഖലീലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അസറ്റ് എന്താണ്? മറ്റൊന്നുമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടല്ലേ ഭാര്യയും മകനെയും ബിവാദിൻ ഗൈരി ദീ സറഇൻ, ഒരു ചെടിയുമില്ല, മരവുമില്ല, അരുവിയുമില്ല, ഒന്നുമില്ലാത്ത മക്കയിൽ കഅബാലയത്തിന്റെ ചാരത്ത് കൊണ്ടുവന്നപ്പോൾ അല്ലാഹു തആല പറഞ്ഞു അവിടെ തൽക്കാലം നിർത്തിയിട്ട് പോകാൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് വേറെ ഒന്നും ആലോചിക്കാനില്ല. ഭാര്യയും മകനെയും ഇവിടെ നിർത്തിയിട്ട് പോകാൻ പറഞ്ഞത് അല്ലാഹു ആണ്. ഇവിടെ വെള്ളമില്ലല്ലോ എന്ന ആവലാതിയില്ല, ഭക്ഷണമില്ലല്ലോ എന്ന പരിഭവമില്ല.
ഇവിടെ യാതൊരു തരുലതാദികളുമില്ലല്ലോ എന്ന വേദനയില്ല. കാരണം അള്ളാഹുവിനെ ഇഷ്ടം വെച്ച ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം മകനെയും ഭാര്യയെയും അവിടെ നിർത്തിയിട്ട് യാത്ര തിരിക്കുമ്പോൾ ഭാര്യയുടെ ഒരു ചോദ്യമുണ്ട്. അല്ലാഹു അമറക ബിഹാദാ യാ ഇബ്രാഹിം, ഓ ഇബ്രാഹിം എന്നവരെ, നിങ്ങൾ ഞങ്ങളെ ഇവിടെ ഇട്ടിട്ട് യാത്രയാകുന്നത് അള്ളാഹുവിന്റെ ആജ്ഞപ്രകാരമാണോ? അതേ, അള്ളാഹുവിന്റെ ആജ്ഞപ്രകാരമാണ്. അപ്പോൾ മഹദിയായ ഹാജർ അലൈഹിസ്സലാമിനും പരിഭവമില്ല. കാരണം എന്റെ ഭർത്താവ് അള്ളാഹുവിനെ അനുസരിച്ച് ചെയ്യുകയാണ്. ആ കുടുംബം മുഴുവനും അള്ളാഹുവിന് വിധേയമാകുമ്പോൾ പ്രിയപ്പെട്ട മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനോട് ബലിക്കത്തി നീട്ടിയിട്ട് കഴുത്ത് നീട്ടാൻ പറയുമ്പോൾ അള്ളാഹു പറഞ്ഞതല്ലേ പരിഭവമില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി കഴുത്ത് നീട്ടി ഉയരു നൽകാൻ തയ്യാറാകുമ്പോൾ അള്ളാഹു തആല ആ കുടുംബത്തിന്റെ മുഴുവനും വിലാസം ഉയർത്തുകയാണ്. എല്ലാ ദിവസവും ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന 150 കോടിയോളം വരുന്ന ജനങ്ങളിൽ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന പരകോടി മനുഷ്യർ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. ആ കുടുംബത്തെ പ്രശംസിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കുടുംബത്തെയും പ്രശംസിക്കപ്പെടുന്നത് കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രശംസിക്കപ്പെടുന്ന കുടുംബം ഓരോ ദിവസവും ഓരോ വിശ്വാസിയും 10, 20, 30 പ്രാവശ്യം അള്ളാഹുവിനോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രശംസ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും കുടുംബത്തിന്റെയും പ്രശംസ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ മജ്ലിസിലുള്ള എല്ലാ മനുഷ്യരും ഇന്ന് 8, 9 പ്രാവശ്യം അല്ലെങ്കിൽ 7, 9 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞു ആ കുടുംബത്തിനു വേണ്ടി. എന്താണ് കാരണം? അള്ളാഹുവിന്റെ മാർഗത്തിൽ എല്ലാം സമർപ്പിക്കാൻ തയ്യാറായപ്പോൾ ആ കുടുംബത്തെ മറക്കാൻ ലോകത്തിന് സാധ്യമല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കുടുംബത്തെ മറക്കാൻ സാധ്യമല്ല. ചില ആളുകൾക്ക് മരണപ്പെട്ടവരെ ഓർമ്മിച്ചാൽ അബദ്ധമാണ്. എന്നാൽ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ എന്താണ്? സുന്നത്തു ജമാഅത്തിന്റെ ആശയപ്രകാരം മരണപ്പെട്ടവരെ ഓർക്കണം, അവരുടെ പ്രശംസ നിർവഹിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ മറന്നുപോകാനുള്ളതല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയും കുടുംബത്തെയും ഒരു വർഷത്തിൽ പ്രൗഢമായി ഓർക്കാൻ വേണ്ടിയാണ് ഹജ്ജ് വേള അല്ലാഹു തആല ഒരുക്കിയിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണേ. ഫീഹി ആയാത്തും ബയ്യിനാത്തും മഖാമു ഇബ്രാഹിം. ലോകത്തിന്റെ നാനാദിക്കിൽ നിന്നും വരുന്ന ലക്ഷങ്ങൾ വരുന്ന വിശ്വാസികൾ, മില്യൺ കണക്കിന് വരുന്ന ആളുകൾ കഅബാലയത്തിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ അല്ലാഹു തആല പറഞ്ഞു, അവിടെ വലിയ ഒരു ദൃഷ്ടാന്തമുണ്ട്. ആ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തം ഏതാണ്? മഖാമു ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിന്ന കാലടയാളമുള്ള ആ പാറ ഒരു ദൃഷ്ടാന്തമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാൽപാദം പതിഞ്ഞ കല്ല് പ്രത്യേകമായി കഅബാലയത്തിന്റെ മുറ്റത്ത് പരിചരിക്കുന്നു. അതെന്തുകൊണ്ടാണ്? അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തമാണ്.
മാത്രമല്ല എല്ലാവരും അവിടെ ചെന്നാൽ വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ, ആ മഖാമി ഇബ്രാഹീമിന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കണം. എല്ലാവരും തവാഫ് കഴിഞ്ഞാൽ മഖാമി ഇബ്രാഹീമിന്റെ പിന്നിൽ നിസ്കരിക്കുകയാണ്. മഖാമി ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാൽപാദം പതിഞ്ഞ കല്ലാണ്. കഅബാലയം നിർമ്മിക്കുന്ന സമയത്ത് ഒരു ലിഫ്റ്റ് പോലെ വർക്ക് ചെയ്ത കല്ലാണത്. ഇസ്മായിൽ നബി അലൈഹിസ്സലാം പടവിനുള്ള കല്ല് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ പിതാവായി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അത് വാങ്ങി. ഈ കല്ലിന്റെ മേലെ നിൽക്കുന്ന സമയത്ത് ഈ കല്ല് ഒരു ലിഫ്റ്റ് പോലെ പ്രവർത്തിക്കുകയാണ്. ആ കല്ല് അവിടെ കാലാകാലങ്ങളായി സംരക്ഷിക്കപ്പെടുകയാണ്. ഇന്ന് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ആ മത്താഫിൽ ആളുകൾ എല്ലാവരും ഒരുമിച്ച് തവാഫ് ചെയ്യുമ്പോൾ മഖാമി ഇബ്രാഹീമിന്റെ ഭാഗത്ത് വരുമ്പോൾ ഒരു തിരക്ക് വരുന്നുണ്ടല്ലോ. ഈ മഖാമി ഇബ്രാഹീം അവിടെ നിന്ന് ഒന്നെടുത്ത് മസ്ജിദുൽ ഹറാമിലേക്കൊന്ന് വെച്ചാൽ എത്ര സൗകര്യമാണ് എന്ന് ഒരു പക്ഷേ നമ്മൾ ആലോചിച്ചേക്കാം. നമ്മൾ ആലോചിച്ചു പോകും, അതൊന്നെടുത്ത് അങ്ങോട്ട് വെച്ചാൽ എത്ര നന്നായിരുന്നു. ആളുകൾക്ക് തിരക്കില്ലാതെ നിസ്കരിക്കാമല്ലോ, ആളുകൾക്ക് തിരക്കില്ലാതെ തവാഫ് ചെയ്യാമല്ലോ. എന്തുകൊണ്ടാണ് ഒരുപാട് പരിഷ്കരണങ്ങൾ ഹറമിലുണ്ടായി? ഏതാണ്ട് 23-24 വർഷങ്ങൾക്ക് മുമ്പ് പോയവർ അവർക്ക് സംസം കിണർ കാണാമായിരുന്നു. മത്താഫിൽ നിന്ന് തന്നെ താഴേക്ക് സ്റ്റെപ്പ് ഉണ്ടായിരുന്നു സംസം കിണർ കാണാൻ. ഇന്ന് അവിടെ സാധാരണ യാത്രക്കാർക്ക് കാണാൻ കഴിയില്ല. അത് കവർ ചെയ്ത് മത്താഫ് മുഴുവനും സുഗമമാക്കി വെച്ചിരിക്കുന്നു. അവിടെയുള്ള ഒരുപാട് നിർമ്മിതികൾ ഇതുപോലെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ തിരക്കുകൾ ഏറെയുണ്ടായിട്ടും മഖാമി ഇബ്രാഹീം എന്തുകൊണ്ടാണ് മാറാത്തത്? പ്രിയമുള്ളവരെ, അതിനൊരു ചരിത്രമുണ്ട്. ബഹുമാനപ്പെട്ട അശ്ശൈഖ് മുഹമ്മദ് മുത്തവല്ലി ശറാവിയുടെ മക്കയെ കുറിച്ചും ഹജ്ജിനെ കുറിച്ചുമെല്ലാമുള്ള രചനയിൽ നമുക്ക് വായിക്കാൻ കഴിയും. മഹാനരായ അശ്ശൈഖ് മുഹമ്മദ് മുത്തവല്ലി ശറാവി അവർകൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അബ്ദുൽ അസീസ് രാജാവും മുഹമ്മദ് ബിൻ ലാദനും രണ്ടുപേരും കൂടി തീരുമാനിച്ചു, മഖാമി ഇബ്രാഹീം മസ്ജിദുൽ ഹറാമിലേക്കൊന്ന് മാറ്റിവെച്ചാൽ തവാഫ് ചെയ്യുന്ന ആളുകൾക്കൊരു സൗകര്യമാകുമല്ലോ. അവിടെ വരുമ്പോൾ തിരക്കുണ്ടാവില്ല. ആളുകൾക്ക് നിസ്കരിക്കാൻ മസ്ജിദുൽ ഹറാമിൽ വിശാലമായ സൗകര്യമുണ്ട്. അങ്ങനെ ഒന്ന് ചെയ്തു വെച്ചാൽ എത്ര നല്ലതാണ്. അങ്ങനെ അത് വെക്കാനുള്ള പ്ലാറ്റ്ഫോമിന്റെ പണി നടക്കുകയാണ്. അബ്ദുൽ അസീസ് രാജാവ് സൗദി ഭരിക്കുന്ന കാലമാണ്. അന്ന് മുഹമ്മദ് ബിൻ ലാദനാണ് അവിടുത്തെ വർക്കുകളുടെ കോൺട്രാക്ട് എടുത്തിട്ടുള്ളത്. സമീപകാലത്ത് വരെ ആ കമ്പനിയായിരുന്നല്ലോ അവിടെ നിർമ്മാണം നടത്തിയത്. ആ കമ്പനിയുടെ മേധാവിയോട് രണ്ടുപേരും കൂടി ആലോചിച്ചിട്ട് ചെയ്തതാണ്. അന്ന് മുത്തവല്ലി ശറാവി അവർകൾ ഈജിപ്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം ഈ വിവരമറിഞ്ഞപ്പോൾ രണ്ടുപേർക്കും ഒരു ഫാക്സ് ചെയ്തു. നിങ്ങൾ മഖാമി ഇബ്രാഹീം അവിടുന്ന് മാറ്റാൻ പാടില്ല. അത് തൗഖീഫിയായ വദഅാണ്. അഥവാ അല്ലാഹു തആലയുടെ കൽപ്പന പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ഥാനം നിർണയിച്ചു വെച്ചതാണ്. അത് മാറ്റാൻ നമുക്ക് അവകാശമില്ല എന്ന് വിശദീകരിച്ചുകൊണ്ട് മുഹമ്മദ് മുത്തവല്ലി ശറാവി അയച്ച ഫാക്സിൽ ഇങ്ങനെ ഒരു വിവരമുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മക്കയിൽ കഅബാലയത്തിന്റെ അടുത്ത് വന്നപ്പോൾ മഖാമി ഇബ്രാഹീം കാണാനില്ല.
അപ്പോൾ ചോദിച്ചു, അല്ല, എവിടെ പോയി മഖാമി ഇബ്രാഹിം? അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ജീവിച്ചിരുന്ന സ്വഹാബികളിൽ ചിലർ പറഞ്ഞു, അത് മിസ്ഫലയിലാണ്. അത് കഅബാലയത്തോട് ചേർന്ന സ്ഥലമാണ്. മസ്ജിദുൽ ഹറാമിന്റെ വികാസം നടക്കുന്നതിന് മുമ്പ്, ഒരു 10-15 കൊല്ലം മുമ്പ് മക്കത്ത് പോയ ആളുകൾക്ക് മിസ്ഫല അറിയും. അവിടെ താമസിച്ചവരുണ്ടാകും. ഇന്നതെല്ലാം മിൻ സാഹാത്തിൽ ഹറമി ഷരീഫ് ആയി മാറിക്കഴിഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നപ്പോൾ അവിടെ മഖാമി ഇബ്രാഹിം കാണാനില്ല. എവിടെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് മിസ്ഫലയിലാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ മഖാമി ഇബ്രാഹിം അങ്ങനെ നീക്കി വെക്കാൻ പറ്റില്ല. ജനങ്ങൾ പറഞ്ഞു, തവാഫ് ചെയ്യുന്നവർക്കുള്ള സൗകര്യത്തിന് വേണ്ടി മാറ്റിയതാണ്. പറ്റൂല, പറ്റൂല, അങ്ങനെ മാറ്റിവെക്കാൻ ന്യായമില്ല. അത് പൂർവസ്ഥാനത്തു തന്നെ സ്ഥാപിക്കേണ്ടതുണ്ട്. വേഗം കൊണ്ടുവരണേ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആജ്ഞാപിച്ചപ്പോൾ സ്വഹാബികൾ മഖാമി ഇബ്രാഹിം കഅബാലയത്തിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നോക്കി, ഇത് കഅബയിൽ നിന്ന് എത്ര അകലമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെച്ചത്. കൂട്ടുകാരോട് ചോദിച്ചു, നിങ്ങൾക്കറിയുമോ ഈ മഖാമി ഇബ്രാഹിം കഅബാലയത്തിൽ നിന്ന് എത്ര അകലെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ഥാപിച്ചത്? അപ്പോ ഒരു സ്വഹാബി പറഞ്ഞു, അന്ന് അകലം പിടിച്ച നൂല് എന്റെ വീട്ടിലുണ്ട്, ഞാൻ കൊണ്ടുവരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അളവ് പിടിച്ച വസ്തു എന്റെ കയ്യിലുണ്ട്, എന്റെ വീട്ടിലുണ്ട്, ഞാൻ കൊണ്ടുവരാം. മാഷാ അല്ലാഹ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നു. കഅബാലയത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര അകലെയാണോ അത് സ്ഥാപിച്ചത്, അതേ അകലത്തിൽ തന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പുനഃസ്ഥാപിക്കുകയാണ്. അങ്ങനെ വെച്ചിട്ടുള്ള മഖാം ഇബ്രാഹിം, അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലടയാളമുള്ള കല്ലാണ്. അത് അല്ലാഹുവിന്റെ കഅബയുടെ മുറ്റത്തുള്ള ഒരു ആയത്താണ്, ബറക്കത്തിന്റെ ശിലയാണ്. ചില ആളുകൾക്ക് ബറക്കത്ത് പറ്റൂല, ചില ആളുകൾക്ക് മഹാന്മാരുടെ സ്മരണകൾ പറ്റില്ല, ചില ആളുകൾക്ക് മഹത്തുക്കളുടെ ആധാറുകൾ പറ്റില്ല. അവരെങ്ങനെയാണ് മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ പോയി നിസ്കരിക്കുക? അവരെങ്ങനെയാണ് മഖാം ഇബ്രാഹിമിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ അതിനെ സമീപിക്കുക? കഅബാലയത്തിന്റെ മുറ്റത്തിരിക്കുന്ന മഖാം ഇബ്രാഹിം, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലടയാളം അല്ലാഹു തആല ശേഷിപ്പിച്ചിരിക്കുകയാണ്. ആരുടെ കാലടയാളമാണ്? വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരി യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ഓ വിളിക്കണം നബിയേ, ലോകരെ വിളിക്കണം. അങ്ങനെ ബറക്കത്തുള്ള വിളി നടത്താൻ അല്ലാഹു ഏൽപ്പിച്ച ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാൽപാദം കഅബാലയത്തിന്റെ മുറ്റത്ത് ബറക്കത്തിനു വേണ്ടി വിശ്വാസി ലോകത്തിന് ദൃഷ്ടാന്തമായി അല്ലാഹു തആല സ്ഥാപിച്ചിരിക്കുകയാണ്. ആ സ്ഥാപിച്ച ഓർമ്മയിലൂടെയാണ് ഒരു ഹാജി, ഒരു മുഅ്തമിർ, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ കഅബാലയത്തിന്റെ മുറ്റത്ത് ചെല്ലുന്നയാൾ അല്ലാഹുവിനെ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ അല്ലാഹുവിന്റെ ഖലീലായ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഓർക്കുകയാണ്. ആ
ഓർമ്മയില്ലാതെ തവാഫ് പൂർത്തിയാവില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഓർക്കാതെ എങ്ങനെയാണ് തവാഫ് പൂർത്തിയാവുക? ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ ഓർക്കാതെ എങ്ങനെയാണ് സംസം കുടിക്കുക? ഹാജർ അലൈഹിസ്സലാമിനെ ഓർക്കാതെ എങ്ങനെയാണ് സഅയ് ചെയ്യുക? ഇതെല്ലാം ഒരു നബി കുടുംബത്തിന്റെ, ഈമാനുള്ള ഒരു കുടുംബത്തിന്റെ സാക്ഷ്യങ്ങളാണ്, ഓർമ്മകളാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ ശരിയായി ഉൾക്കൊള്ളുന്നവർക്കല്ലേ മുൻഗാമികളായ സ്വാലിഹീങ്ങളെ ഓർക്കാനാവുകയുള്ളൂ, മുൻഗാമികളായ സജ്ജനങ്ങളെ ഓർക്കാനാവുകയുള്ളൂ. ആ മഹത്തായ ഓർമ്മ നിറഞ്ഞു നിൽക്കുന്ന കേന്ദ്രമാണ് പരിശുദ്ധമായ കഅബാലയത്തിന്റെ പരിസരം മുഴുവനും. ആ പരിശുദ്ധമായ അറഫയും മിനയും മുസ്ദലിഫയും ജംറയും എല്ലാം അല്ലാഹുവിനെ ഓർത്തവരെ ഓർക്കാൻ വേണ്ടി കൂടിയുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച വ്യക്തിയെ ആദരിക്കണം. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നിസ്കാരത്തിൽ വരെ നമ്മൾ പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കുടുംബത്തെ നമ്മൾ നിസ്കാരത്തിൽ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച നാടുകളെ ആദരിക്കണം. അതല്ലേ പരിശുദ്ധമായ മക്ക, പരിശുദ്ധമായ മക്കൽ മുക്കറമേ നമ്മൾ ആദരിക്കുന്നത്. അല്ലാഹു ആദരിച്ച വീടാ, നാടാണ്. മാത്രമല്ല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, വത്തീനി വസ്സൈതൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ. ബലദുൽ അമീനായ അൽ അമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മനാടായ മക്ക, അത് പ്രത്യേകം ഓർക്കേണ്ട, എടുത്തു പറയേണ്ട, ആളുകൾ വിശ്വാസപൂർവം എത്തിച്ചേരേണ്ട കേന്ദ്രമാണ്. കഅബാലയത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? ഇന്ന അവ്വല ബൈത്തിൻ ഉദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച ഭവനമല്ലേ കഅബാലയം എന്ന പവിത്രമായ ബറക്കത്തിന്റെ വീട്. മഹാനായ മുഹമ്മദ് അലവി ബിൻ അബ്ബാസ് ബിൻ അലവി അൽ മാലിക്കി റഹിമഹുള്ളയുടെ പിതാവ് അലവി മാലിക്കി തങ്ങൾ മസ്ജിദുൽ ഹറാമിൽ സഹീഹുൽ ബുഖാരിയുടെ ദർസ് നടത്തിയ മഹാനാണ്. സഹീഹുൽ ബുഖാരിയുടെ ദർസ് ബാബുസ്സലാമിന്റെ അടുക്കൽ നടത്തിയ ആളാണ് ബഹുമാനപ്പെട്ട അലവി ബിൻ അബ്ബാസ് ബിൻ അലവി അൽ മാലിക്കി എന്ന മഹാനവറുകൾ ജീവിച്ചിരിക്കുമ്പോൾ അതാ കഅബാലയത്തിന്റെ അടുത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് ഒരു ദിവസം. അപ്പോൾ ആളുകളെല്ലാം കഅബാലയത്തിന്റെ മേലെ നിന്ന് വെള്ളം സ്വർണ്ണപ്പാത്തിയിലൂടെ താഴേക്ക് വീഴുമ്പോൾ അവിടെ പോയി കുളിക്കാനും നനയാനും തിരക്ക് കൂട്ടുകയാണ്. അപ്പൊ ചില ആളുകൾ വന്നിട്ട് ചോദിച്ചു, അല്ല ഇതിന് വല്ല തെളിവും ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നനഞ്ഞിട്ടുണ്ടോ? ഇവിടെ കുളിച്ചിട്ടുണ്ടോ? ഇവിടെ മഴ പെയ്തപ്പോൾ നനയാൻ പോയിട്ടുണ്ടോ? ഇതിൽ വല്ല ബറക്കത്തും ഉണ്ടോ എന്ന് അലവി മാലിക്കി തങ്ങളോട് ചോദിച്ചപ്പോൾ അലവി മാലിക്കി തങ്ങൾ പറഞ്ഞ മറുപടി, ഒരു ബറക്കത്തല്ല, രണ്ട് ബറക്കത്തുള്ള വെള്ളമാണ് ആ വീഴുന്നത്. കാരണം കഅബാലയത്തെ കുറിച്ച് ബറക്കത്തുള്ള വീട് എന്നാണ് ഖുർആനിൽ പറഞ്ഞത്. വാനലോകത്ത് നിന്ന് ഇറക്കുന്ന വെള്ളം, ഇന്നാ അൻസൽനാ മിനസ് സമാഇ മാഅൻ മുബാറകാ, ബറക്കത്തുള്ള വെള്ളമാണ് മേലെ നിന്ന് വരുന്നത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഖുർആൻ മനസ്സിലാക്കിയാൽ തന്നെ ആ വെള്ളം രണ്ട് ബറക്കത്തുള്ള വെള്ളമാണ്. പോയി നനഞ്ഞോളാൻ
ബഹുമാനപ്പെട്ട അലവി മാലിക്കി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ഈ ബറക്കത്തെടുക്കുക, സ്വാലിഹീങ്ങളെ ഓർക്കുക, മുൻഗാമികളായ സജ്ജനങ്ങളെ അറിയുക, ഇതെല്ലാം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിലാസമാണ്. ആ വിലാസമുള്ളവർക്കാണ് ആത്മാവറിഞ്ഞ് ഹജ്ജ് ചെയ്യാനാവുക. അല്ലാത്ത ആളുകൾ ബേജാറായി പോവും. പഠിച്ചോനെ, കഅബാലയത്തിന്റെ മുറ്റത്ത് വന്നിട്ട് കല്ലിനെ ബഹുമാനിക്കുകയോ, കഅബാലയത്തിന്റെ കോർണറിൽ വന്നിട്ട് കല്ലിനെ ചുംബിക്കുകയോ, കഅബാലയത്തിന്റെ അടുക്കൽ വരുമ്പോൾ ഒരു കുടുംബത്തെ ഓർക്കുകയോ, അങ്ങനെ സംശയിക്കുന്ന ആളുകൾ അവർ ശരിയായി തൗഹീദ് മനസ്സിലാക്കിയിട്ടില്ല. അവർ ശരിയായി ഇസ്ലാമിനെ അറിഞ്ഞിട്ടില്ല. അവർ ശരിയായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ നന്നായി പഠിക്കണം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ ശരിയായ രൂപത്തിൽ പ്രമാണങ്ങളോടെ അറിയണം. വരും കാലത്ത്, വർത്തമാനകാലത്ത്, ഭാവി കാലത്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ കളങ്കമില്ലാതെ പറഞ്ഞു കൊടുക്കാനുള്ള പട്ടാളക്കാരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന യുവ പണ്ഡിതന്മാർ. അവര് പഠിക്കുന്നത് മഹാന്മാരായ സ്വഹാബത്തിന്റെ ദീനാണ്. അവര് പഠിക്കുന്നത് ഇമാമീങ്ങളുടെ ദീനാണ്. അവര് പഠിക്കുന്നത് മഹത്തുക്കളായ സ്വാലിഹീങ്ങൾ പഠിപ്പിച്ചു തന്ന വഴിയാണ്. അതാ ഒരു യാത്രയിൽ ഞങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുമ്പോൾ ഈജിപ്തിൽ നിന്ന് വന്ന ഒരാൾ അടുത്തിരിക്കുന്നുണ്ട്. അയാൾ സംസാരത്തിനിടയിൽ പറഞ്ഞു, ഞാൻ മദീനയിൽ വരുന്നത് നിസ്കരിക്കാനാണ്. നിസ്കരിക്കാൻ വേണ്ടി വരുന്നു മദീനത്തെ പള്ളിയിൽ. നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യുകയാണ്. അല്ലാതെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി വരാറില്ല. അങ്ങനെ വരാൻ പാടില്ലെന്നല്ലേ ഉള്ളത്. ഞാൻ ചോദിച്ചു, അങ്ങനെ ആരാ നിങ്ങളോട് പറഞ്ഞത്? അങ്ങനെ ആരാണ് നിങ്ങളോട് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാൻ മദീനയിൽ വന്നുകൂടാ എന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യൽ ലക്ഷ്യം വെച്ചുകൊണ്ട് മദീനയിൽ വന്നുകൂടാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. അവിടുത്തെ ശിഷ്യന്മാരായ ഒരൊറ്റ സ്വഹാബിയും പഠിപ്പിച്ചിട്ടില്ല. അതേ വഴിയിൽ വന്ന ഒരൊറ്റ ഇമാമും പഠിപ്പിച്ചിട്ടില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരൊറ്റ ഇമാമിങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് മദീനയിൽ വന്നുകൂടാ എന്നൊരാളും പറഞ്ഞിട്ടില്ല. ചില ആളുകൾ ചോദിക്കും, കൂടുതൽ കൂലി മക്കത്തെ പള്ളിയിലല്ലേ, പിന്നെന്തിനാണ് മദീനത്തെ പള്ളി ലക്ഷ്യം വെച്ചുകൊണ്ട് ഹാജിമാര് പോണത്? അതെല്ലാം കൃത്യമായി ദീന് പഠിക്കാത്തത് കൊണ്ടാണ്. ഞാനങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹത്തോട് സംസാരിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഉമ്മ ഒരു നാട്ടിൽ മരണപ്പെട്ട് കിടക്കുന്നു. ആ നാട്ടിലേക്ക് ഉമ്മയെ സിയാറത്ത് ചെയ്യാൻ നിങ്ങൾക്ക് പോകാൻ പറ്റുമോ? ഇല്ലേ. അവിടെ പള്ളിയുണ്ടോ ഇല്ലേ, അതൊന്നും ചർച്ചയില്ല. നിങ്ങളുടെ ഉമ്മയോ ഉപ്പയോ ഒരു നാട്ടിൽ മരണപ്പെട്ട് മറമാടപ്പെട്ട് കിടക്കുന്നു. അവരെ സിയാറത്ത് ചെയ്യാൻ പോകാൻ പറ്റുമോ? അയാൾക്കൊന്നും പറയാനില്ല.
എന്നാൽ فإذا رحمت فأنت أم أم أبو هذان في الدنيا هما الرحماء. ഓ ആദരണീയരായ ഞങ്ങളുടെ നേതാവായ യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഫഇദാ റഹിംത ഫഅൻത ഉമ്മുൻ അം അബൂ, അവിടുന്ന് കാരുണ്യം ചൊരിഞ്ഞപ്പോൾ അവിടുന്ന് ഉപ്പയാണോ ഉമ്മയാണോ? ഹദാനി ഫിദ്ദുനിയാ ഹുമർ റുഹമാഉ, അവരല്ലേ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നതിൽ നമുക്ക് ലഭിക്കുന്ന കാരുണ്യത്തിന്റെ കേന്ദ്രങ്ങളായ ആളുകൾ. ഈ ആശയത്തെ ഒന്നുകൂടി വികസിപ്പിച്ചുകൊണ്ടല്ലേ മങ്കൂസ് മൗലിദിൽ നമ്മൾ പാരായണം ചെയ്യുന്നത്. അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി. നമ്മളെ സദസ്സുകളൊക്കെ പഴയ വയലും നാടും ഊർജവും സ്വലാത്തൊക്കെ പോയി. നമ്മൾ വിചാരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോയ വഴിയിലൂടെ ഇക്കഴിഞ്ഞതിന്റെ അങ്ങേ റബീഉൽ അവ്വലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ട ദിവസം മദീനത്ത് നിന്ന് തുടങ്ങി, മക്കത്ത് നിന്ന് തുടങ്ങി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയ ദിവസം മദീനയിലെത്തുന്ന ക്രമത്തിൽ പ്രധാനപ്പെട്ട 47 ലാൻഡ്മാർക്കുകൾ ടച്ച് ചെയ്തുകൊണ്ടുള്ള ഹിജ്റ യാത്രയുടെ ട്രാവലോഗ് നിങ്ങൾക്ക് ഇവിടെ വാങ്ങാൻ കിട്ടും. കഴിയുന്നവരൊക്കെ വാങ്ങണം. 5-6 പതിപ്പുകൾ ഇറങ്ങിയതാണ്. ഇത് ഇംഗ്ലീഷിലേക്കും ഉറുദുവിലേക്കും ഒക്കെ വന്നിട്ടുണ്ട്. ഉടനെ പ്രകാശിതമാകും. ഇപ്പോൾ സൗദി ഗവൺമെന്റ് അങ്ങനെ ഒരു പ്രോജക്റ്റ് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറെ കാലം അവിടെ ഒന്നും നമുക്ക് പോകാൻ പറ്റൂല. സൗർ ഗുഹയെ തന്നെ പോവാൻ വളരെ പ്രയാസമുള്ള കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടുത്തെ ടൂറിസം ആൻഡ് ഹെറിറ്റേജ് ഡിപ്പാർട്ട്മെന്റ് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. നിങ്ങൾ വരൂ സൗർ ഗുഹയിലേക്ക്. ഹിജ്റ പോയ ഓരോ പോയിന്റിലും 1 മില്യണിലേറെ ആളുകൾ ഓൺലൈൻ ബുക്ക് ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഞ്ചരിച്ച വഴിയിലൂടെ ഇന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിലേക്ക് പോണില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ ഉണർവോടെ സ്വലാത്ത് ചൊല്ലണം. നമ്മുടെ വഅലിന്റെ മജ്ലിസുകൾ നമ്മുടെ നാട്ടിൽ ആത്മീയതയുണ്ടാക്കിയ കേന്ദ്രങ്ങളാണ്. നമുക്കൊരിക്കൽ കൂടി ഒന്ന് സ്വലാത്ത് നല്ല ഉണർവോടെ ഊർജത്തോടെ ചൊല്ലണം. فإذا أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي على الرسول الشفيع الأبطحي والحبيب العربي. നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ ഉമ്മയെക്കാളും ഉപ്പയെക്കാളും എല്ലാവരെക്കാളും ഇഷ്ടം നൽകേണ്ട നേതാവാണ്. ആ നേതാവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാൻ സന്ദർശിക്കാനാണ് ലക്ഷോപലക്ഷം വരുന്നവരല്ല, മില്യൺ കണക്കിനല്ല, കോടിക്കണക്കിന് ആളുകൾ മദീനയിലേക്ക് വരുന്നു. ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദി തങ്ങൾ ഇവിടുന്ന് പോയപ്പോൾ പറഞ്ഞത്, ഇത് ജിഅ്തു ത്വയ്ബത റൗമ സൗറത ഖബ്രിഹി വഗമീതു മദ്ഹൂശം ബി ഹൈബതി ഖദ്രിഹി.
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ, അവിടുത്തെ സന്നിധിയിലെത്താൻ മില്യൺ കണക്കിന് മുസ്ലിമീങ്ങൾ മദീനയിൽ എത്തിച്ചേരുന്ന കാലമാണ്. അവിടെ ശരിയായ നിലക്ക് എത്തണമെങ്കിൽ നല്ലതുപോലെ സുന്നത്ത് ജമാഅത്ത് പഠിക്കണം. അല്ലെങ്കിൽ ആരോ പറഞ്ഞ മാതിരി പള്ളിയിൽ നിസ്കരിക്കാൻ വന്നതാണ്, വന്നപ്പോ സിയാറത്ത് ചെയ്തതാണ്. അല്ല, അങ്ങനെ ആരും സംശയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മദീനത്തെ പള്ളിന്റെ പേരെന്താ? മദീനത്തെ പള്ളിന്റെ പേരെന്താ? മസ്ജിദുൻ നബവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളി. ആ പള്ളിയുടെ വിലാസം തന്നെ അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളി എന്ന ബഹുമാനം അല്ലാഹു തആല പള്ളിക്ക് നൽകിയത് നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർത്തുകൊണ്ട് ആ പള്ളിയിൽ വരാൻ. ആ പട്ടണത്തിന്റെ പേരെന്താണ്? മദീനത്തുർ റസൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പട്ടണമാണ് മദീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വരുമ്പോൾ അവിടുന്ന് ദുആ ചെയ്തത് എന്താണ്? അല്ലാഹുവേ, മക്കയിൽ കൊടുത്തതും അതിലേറെയും ഈ മദീനയിൽ തരണേ. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണ്? അല്ലാഹുവേ, ഞാൻ ഇങ്ങോട്ട് വന്നത് മിൻ അഹബ്ബിൽ ബിലാദി ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മക്കത്ത് നിന്നാണ് ഞാൻ വന്നത്. എങ്ങോട്ടാണ് വന്നതെന്നറിയുമോ? ഇലാ അഹബ്ബിൽ ബിലാദി ഇലൈക യാ അല്ലാഹ്. അല്ലാഹുവേ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട്ടിലേക്ക്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട്ടിൽ നിന്ന് വന്നതാണ്. ഇവിടെ കരുണ വർദ്ധിപ്പിക്കണേ, നന്മ വർദ്ധിപ്പിക്കണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ ഇമാമിങ്ങളും പറഞ്ഞു, എല്ലാ മഹത്തുക്കളും പറഞ്ഞു, അഫ്ളലുൽ ബിഖാഇ അലൽ അർളി, ഈ ഭൂമി ലോകത്ത് വെച്ച് ഏറ്റവും പുണ്യമേറിയ ഇടം, കഅബയേക്കാൾ പുണ്യമേറിയ ഇടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശരീരം ചേർന്നു കിടക്കുന്ന സ്ഥലമാണ്. കഅബയേക്കാൾ പുണ്യമേറിയ സ്ഥലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യഭൂമേനി ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇന്നൊരുപാട് ആളുകൾ ഹജ്ജിന് പോകുന്നുണ്ട്, ഉംറയ്ക്ക് പോകുന്നുണ്ട്, സിയാറത്തിന് പോകുന്നുണ്ട്. ഹജ്ജും ഉംറയും എല്ലാം ഏറ്റവും മികവുറ്റതാകണമെങ്കിൽ നന്നായി അറിഞ്ഞുകൊണ്ട് അവിടെ ചെല്ലണം. അതാണ് ആലിമീങ്ങളുടെ ഹജ്ജും സാധാരണക്കാരുടെ ഹജ്ജും തമ്മിൽ വ്യത്യാസമുണ്ട്. ആലിമീങ്ങളുടെ നിസ്കാരവും സാധാരണക്കാരുടെ നിസ്കാരവും തമ്മിൽ വ്യത്യാസമുണ്ട്. എല്ലാ അമലുകളും അങ്ങനെയാണ്. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. നിസ്കാരം അല്ലാഹുവിനോടുള്ള മുനാജാത്താണെന്ന് ശരിയായ അർത്ഥത്തിൽ അറിഞ്ഞുകൊണ്ട് നിസ്കരിക്കുന്ന ആരിഫായ ഒരു ആലിം അല്ലാഹുവിന്റെ മുമ്പിലാണെന്ന ആത്മീയതയിലാണ് സുജൂദ് ചെയ്യുന്നത്. അല്ലാഹുവിന്റെ മുമ്പിൽ ഹാജരാണെന്ന വിചാരത്തിലാണ് നിൽക്കുന്നത്. അല്ലാഹു ആരാണെന്ന് മനസ്സിലാക്കുമ്പോൾ അല്ലാഹുവിനോടുള്ള സമീപനത്തിൽ അടിമത്വം വർദ്ധിക്കുകയാണ്. അല്ലാഹുവിന്റെ അടിമയാണല്ലോ ഞാൻ, ഏറ്റവും നിസ്സാരനായ അടിമയാണ് റബ്ബിന്റെ മുമ്പിൽ എന്ന് ഏറ്റവും ചിന്തിച്ച ആള് ആരാണ്? വേറെ ആരുമല്ല. അത്ഖാകും ബില്ലാഹി വഅഖ്ശാകും ബിഹി അനാ സയ്യിദുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ വഅലിന്റെ മജ്ലിസും സുബ്ഹാനഹു വ തആലയും സലാത്തും ഒക്കെ പോയി. ഈ പോണത് നമ്മുടെ നാട് അപകടത്തിലേക്ക് പോകുന്നു എന്നതിന്റെ സൂചനയാണ്. വികസിച്ചു എന്നുള്ള സൂചനയല്ല. ആത്മീയമായ സമീപനങ്ങളും അനുഷ്ഠാനങ്ങളും ഇല്ലാതെയാകുന്നത് നമ്മുടെ സമൂഹത്തിന് അപകടം വരുന്നു എന്നതിന്റെ സൂചനയാണ്. കാരണം എന്താണെന്നറിയോ? ലോകത്ത് കഴിഞ്ഞുപോയ ഒരുപാട് ജനതകളുണ്ട്. നമ്മളെക്കാൾ പ്രൗഢിയിലും വിലാസത്തിലും ജീവിച്ച നാടുകൾ കഴിഞ്ഞുപോയി. അവരെല്ലാം എന്തുകൊണ്ട് തകർക്കപ്പെട്ടു? അവരുടെ ആരാധനാലയങ്ങൾ എന്തുകൊണ്ട് നീക്കം ചെയ്യപ്പെട്ടു? അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം സാന്നിധ്യങ്ങൾ എന്തുകൊണ്ട് ഇല്ലാതായി എന്ന് ചോദിച്ചാൽ, ആത്മീയതയിൽ നിന്ന് ഭൗതികതയിലേക്ക് പോയപ്പോൾ നമ്മുടെ ഉമ്മത്ത് അപകടത്തിലേക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ലാ അഖ്ശാകും അൻ തുശ്രികൂ ബഅദി, ഞാൻ വഫാത്തായതിനു ശേഷം നിങ്ങളെല്ലാം മുശ്രിക്കുകളായി പോകുമോ എന്ന പേടി എനിക്കില്ല. അങ്ങനെ ഈ ഉമ്മത്ത് മുഴുവനും ശിർക്കിലേക്ക് പോവുക എന്നതുണ്ടാവില്ല. പിന്നെ എന്താണ് നിങ്ങളിൽ ഞാൻ ഭയക്കുന്നത്? നിങ്ങളെ ദുനിയാവ് തലയിൽ കയറിയിട്ട് ഭൗതികതയോട് നിങ്ങളുടെ ഭ്രമം വന്നുപോയാൽ നിങ്ങൾക്കത് നാശമാണ്, അപകടമാണ്. ഈ സമുദായം എവിടെയൊക്കെ തകർന്നുപോയോ അവിടെയെല്ലാം നമ്മൾ ശിർക്ക് ചെയ്തതുകൊണ്ട് തകർന്നുപോയതല്ല. നമ്മൾ അല്ലാഹുവിന്റെ അടിമകളായി ജീവിക്കുന്നതിനിടയിൽ ഭൗതികമായ താല്പര്യങ്ങളിലേക്ക് ചേക്കേറിയപ്പോൾ നമ്മുടെ മൂല്യങ്ങൾ ചോർന്നുപോയി. ഞാൻ ഈ കഴിഞ്ഞ ചെറിയ പെരുന്നാള് കഴിഞ്ഞ് കൊർദോവയിലെ ഗ്രാൻഡ് മസ്ജിദ് ഇന്നൊരു ഗ്രാൻഡ് മസ്ജിദ് അല്ല. ആയിരക്കണക്കിന് ആളുകൾക്ക് നിസ്കരിക്കാൻ പറ്റുന്ന പള്ളി, 7 നൂറ്റാണ്ടുകൾക്കപ്പുറം ഉണ്ടാക്കിയ പള്ളി. ആ പള്ളിയുടെ 800 മീറ്ററിലധികമുള്ള മിനാരം ഇപ്പോഴും ഉണ്ട്. പക്ഷേ അവിടുന്ന് കേൾക്കുന്നത് ബാങ്കുലിയല്ല. മെഹ്റാബ് പോയിട്ടില്ല. മെഹ്റാബിൽ എഴുതി വെച്ച ആയത്തുകൾ മാഞ്ഞിട്ടില്ല. സഫിന്റെ വരകൾ മാഞ്ഞു പോയിട്ടില്ല. എല്ലാം അങ്ങനെ തന്നെയുണ്ട്. പക്ഷേ ഇന്നത് പള്ളിയല്ല, ചർച്ചാണ്. ആ ഭിത്തിയും അതിലും സഫും ഒന്നും പൊളിച്ചിട്ടില്ല. മിഹ്റാബ് അങ്ങനെ തന്നെയുണ്ട്, പള്ളി അങ്ങനെ തന്നെയുണ്ട്. പക്ഷേ മിനാരത്തിൽ നിന്ന് കേൾക്കുന്നത് ബാങ്കുലിയല്ല, മണിയടിയാണ്. എങ്ങനെയാണ് ആ പള്ളി നമ്മുടെ കയ്യിൽ നിന്ന് പോയത്? ആ പള്ളിയിൽ നിസ്കരിക്കാൻ വന്നവര് മുഴുവനും മതം മാറിയതല്ല. അവിടെയുള്ള ആളുകൾ മുഴുവനും വേറൊരു മതത്തിലേക്ക് പോയതല്ല. അവിടെ ജീവിച്ചിരുന്ന ആളുകൾക്ക് അല്ലാഹു ഭൗതികമായ സൗകര്യം കൊടുത്തപ്പോൾ ജമാഅത്തിന് വരാൻ നേരമുണ്ടായില്ല. ജുമഅക്ക് നേരത്തെ വരാൻ സമയമുണ്ടായില്ല. ഭൗതികമായ താല്പര്യത്തിൽ ആത്മീയതയെ മറന്നുകൊണ്ട് ഭൗതികതയുടെ പിന്നാലെ അവിടെയുള്ള സ്ത്രീ പുരുഷന്മാര് സഞ്ചരിച്ചപ്പോൾ അല്ലാഹു തആല കൊടുത്ത പരീക്ഷണമാണ്. 7 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് നിസ്കരിച്ച പള്ളിയെന്ന് 7 നൂറ്റാണ്ടുകളായി നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമായില്ലേ? ഇതൊരു പള്ളിയല്ല, 2 പള്ളിയല്ല, ആയിരക്കണക്കിന് കേന്ദ്രങ്ങളും 10,000കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരും
അവിടെ നിന്ന് മരണപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തു പോയി. അതിന്റെ മുഴുവനും കാരണം പഠിച്ചോ, നമ്മൾ അല്ലാഹനെ മറന്ന് ഭൗതികതയ്ക്കും അധികാരത്തിനും രാഷ്ട്രീയത്തിനും വേണ്ടി അങ്ങാടിയിലിറങ്ങി തുള്ളിയപ്പ നഷ്ടപ്പെട്ടു പോയതാണ്. ഇതെന്റെ നിഗമനമല്ല, ലോക ചരിത്രമാണ്. ലോകത്തിന്റെ ചരിത്രമാണ് ഞാൻ പറയുന്നത്. ചരിത്രം നമുക്കുള്ള ഉണർത്തലാണ്, ഉപദേശമാണ്. അതുകൊണ്ട് നമ്മൾ ഭൗതികതയുടെ അടിമകളാവാതെ അൽഹംദുലില്ലാഹ് നമ്മളെല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന നമ്മുടെ നേതൃത്വം ബഹുമാനപ്പെട്ട സയ്യിദുനാ ബദറുസ് സാദാത്ത് തങ്ങളുപ്പാപ്പ, ഈ സ്ഥാപനത്തിന്റെയും വേദിയുടെയും എല്ലാം ആധികാരിക അധ്യക്ഷൻ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്.